ബൈജുവേട്ടന്റെ എയിം എന്തെങ്കിലും ഉണ്ടായിരുന്ന? ഒരു എയിമും ഇല്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. അല്ല അങ്ങനെയല്ല, ഞാൻ പിന്നെ ജീവിതത്തിൽ SI ആവണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. അപ്പം അന്ന് SI ആയിട്ട് കയറിയിരുന്നെങ്കിൽ ഇപ്പൊ ഞാനൊരു SP ഒക്കെ ആയത്. അതൊരു ഭയങ്കര വെടിയാണ്. നീ കൊറേ നേരമായി എനിക്കിട്ട് പൊളക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അതിനുവേണ്ടി ശ്രമിച്ചില്ലായിരുന്നു? അതിന് ഡിഗ്രി വേണ്ടേ? ഓ ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിരിച്ച് കഷത്തിൽ നീര് വീഴും. അത് ശരി. അപ്പൊ പഠിക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു? പഠിക്കുന്നത് എന്തിനാണ്? ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് പഠിക്കുന്നത്? എന്താ അങ്ങേക്ക് സംശയമുണ്ടോ? ഇല്ല. അതൊന്നും മൂത്തോക്കി പറയൂ. ഇല്ല. ബൈജുവേട്ടൻ കുറെ ഫിലിം ചെയ്യാതിരുന്നു, ഒരു നല്ലൊരു ഗ്യാപ്പ് ഇടയ്ക്ക്. ചെയ്യാതിരുന്നതല്ല, കിട്ടാഞ്ഞിട്ടാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഒരു ഗ്യാപ്പ് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോ ഒരു ചേഞ്ചിനോ അല്ലെങ്കിൽ ഒരു മാറ്റം പോലെ. ഞാൻ ഇവിടെ ആയിരുന്നു, ഞാൻ ഓസ്ട്രേലിയ പോയിരുന്നു, അഭിനയം പഠിക്കാൻ പോയി. തുമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ബൈജുവേട്ട സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോ എന്നേലൊക്കെ ചളു പറയല്ലോ കേട്ടോ. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ സിനിമ ഉള്ളതുകൊണ്ടല്ല ഇപ്പൊ നേരെ ഇല്ലെന്ന് പറ. അതല്ലേ സത്യം. നേരമൊക്കെ ഉണ്ട്. നേരം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിരിക്കാൻ പറ്റുമായിരുന്നു. ബൈജുവേട്ടാ ഒരു കാര്യം ചോദിച്ചേ. ചോദിക്കണം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ശരിക്കും ഒരു റോൾ മോഡലായിട്ട് ബൈജുവേട്ടന് മനസ്സിലാരെങ്കിലും ഉണ്ട്? ആരുമില്ല, ഞാൻ തന്നെയാണ് എൻ്റെ റോൾ. അസ്ട്രോളജി ഒന്നുമില്ല, ഒരാളിനെ കാണുമ്പോൾ അറിയാം. 10 മിനിറ്റ് സംസാരിക്കാൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. എന്നാ എന്നെ പറ്റി ഒന്ന് പറഞ്ഞേ. നല്ല കുട്ടിയാ. അത്ര മതി, ഇനി പറയിപ്പിക്കണ്ട. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ